ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ലൈംഗിക അധിക്ഷേപ കേസിൽ ജാമ്യം കിട്ടിയിട്ടും ജയിൽ മോചിതനാകാതിരുന്ന ബോബി ചെമ്മണ്ണൂരിനെ കുടഞ്ഞ് ഹൈക്കോടതി. നാടകം കളിക്കരുത് എന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. ജാമ്യം റദ്ദാക്കുമെന്നും വേണ്ടി വന്നാൽ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുമെന്നും അഭിഭാഷകനെ കോടതി അറിയിച്ചു. എന്തും വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതരുത്. ബോബിക്ക് വേണ്ടി അഭിഭാഷകൻ മാപ്പ് പറഞ്ഞെങ്കിലും 1:45 വീണ്ടും കേസ് പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചു. അതിനിടെ തൃശൂർ പ്രസ് ക്ലബ്ബിൽ വിളിച്ച വാർത്താ സമ്മേളനം ബോബി ചെമ്മണ്ണൂർ മാറ്റിവെച്ചു. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, 1:45 കേസ് വീണ്ടും കോടതി പരിഗണിക്കുകയാണ്. ഒരു കോടതിയിൽ ഒരു മാപ്പപേക്ഷ, നിരുപാധിക മാപ്പപേക്ഷ നൽകുമായിരിക്കും ബോബി ചെമ്മണ്ണൂർ. അത് കോടതിക്ക് സ്വീകാര്യമാകുമോ എന്നറിയില്ല. കോടതി നടപടികൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകരിൽ നിന്ന് എന്തെങ്കിലും കൂടുതൽ നീക്കങ്ങളുടെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? വിജയകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ജാമ്യത്തിൽ ഇറങ്ങിയിട്ടും ബോബി ചെമ്മണ്ണൂരിന്റെ ശനിദശ മാറുന്നില്ല എന്നുള്ളതാണ്. ബോബി ചെമ്മണ്ണൂർ ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങി മാധ്യമങ്ങളോട് സംസാരിച്ച കാര്യമുണ്ട്. റിമാൻഡ് തടവുകാർക്ക് വേണ്ടിയാണ് താൻ അകത്ത് ഒരു ദിവസം കൂടി കിടന്നത് എന്നുള്ളത്. അങ്ങനെ ചെയ്യാൻ ബോബി ചെമ്മണ്ണൂരിന് ആരധികാരം നൽകി എന്നുള്ളതാണ് കോടതി ചോദിച്ചത്. ഇവിടുത്തെ നീതിന്യായ സംവിധാനം പിന്നെ എന്തിനാണ് എന്ന് ഇന്ന് കോടതി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. കൂടുതൽ ജുഡീഷ്യറിയെയും ഹൈക്കോടതിയെയും അവഹേളിച്ചാൽ അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ പറയാൻ സെക്കൻഡുകൾ മതി എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ ജാമ്യം റദ്ദാക്കേണ്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്നും കോടതി വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ എന്തിനു വേണ്ടിയാണ് ഈ ജാമ്യത്തിലിറങ്ങൽ വൈകിച്ചത് എന്ന് കൃത്യമായ വിശദീകരണം നൽകാൻ ബോബി ചെമ്മണ്ണൂരിനോട് കോടതി പറഞ്ഞിട്ടുണ്ട്. ബോബിയോട് ഫോണിൽ സംസാരിച്ച് അക്കാര്യം കോടതിയെ അറിയിക്കാൻ നിലവിലിപ്പോൾ കോടതി തന്നെ നിർദ്ദേശിച്ചു. മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയാണ് ഹാജരായത്. അദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യനെ ബോബി ചെമ്മണ്ണൂർ അപമാനിച്ചു എന്ന് കോടതി അഭിപ്രായപ്പെട്ടു. ഇനി അദ്ദേഹം ഹാജരാകേണ്ട, മറ്റാരെങ്കിലും എത്തിയാൽ മതി എന്ന് അദ്ദേഹത്തോടുള്ള ബഹുമാനം സൂചകമായി കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തും പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങാം എന്ന ധാരണ വേണ്ട. ജുഡീഷ്യറിയെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത് ബോബി ചെമ്മണ്ണൂർ. 1 മാസം കൊണ്ട് ഇതിന്റെ വിസ്താരം പൂർത്തിയാക്കും. ബോബി ചെമ്മണ്ണൂരിന് മറ്റ് തടവുപുള്ളികൾക്കൊപ്പം ജയിലിൽ തന്നെ തുടരാം എന്നൊക്കെ കോടതി പറയേണ്ടി വന്നു. രോഷം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു കോടതി എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം അത്രയധികം വിമർശനം ഇന്ന് ബോബി ചെമ്മണ്ണൂർ കേട്ടു. മുന്നറിയിപ്പുണ്ടായി. 1:45 വരെ കാത്തിരിക്കണം. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം റദ്ദാക്കപ്പെടുമോ എന്നറിയാൻ. തൃപ്തികരമായ മറുപടി നൽകാൻ എന്തായാലും അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണണം. കാരണം മാധ്യമങ്ങളിൽ നിങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ കേട്ടു എന്നാണ് കോടതി പറഞ്ഞത്. അതിനർത്ഥം രാവിലെ പറഞ്ഞ കാര്യത്തിൽ തന്നെ ബോബി ഉറച്ചു നിൽക്കുമോ അതോ സാഷ്ടാംഗം മാപ്പ് പറയുമോ എന്ന് കാത്തിരുന്ന് കാണാം. അതല്ലാതെ മറ്റു പോംവഴിയൊന്നും ബോബിക്ക് മുന്നിൽ അല്ല. ശ്രീകാന്ത്, ഇതിലിപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ ഇന്ന് 12 മണിക്ക് കേസ് പരിഗണിച്ച ഘട്ടത്തിൽ മാപ്പപേക്ഷ നൽകിയല്ലോ, മാപ്പ് പറഞ്ഞല്ലോ ബോബിക്ക് വേണ്ടി. അപ്പോൾ അത് കോടതി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ 1:45 കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ അപ്പോൾ ഈ ആദ്യം അഭിഭാഷകൻ പറഞ്ഞ മാപ്പ് കോടതിക്ക് സ്വീകാര്യമല്ല. അപ്പോൾ ബോബി ചെമ്മണ്ണൂർ നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നേരിട്ട് ഹാജരായി മാപ്പ് പറയണം എന്നാണോ കോടതി ആവശ്യപ്പെടുന്നത്? വിജയകുമാർ, ബോബി ചെമ്മണ്ണൂർ നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ടില്ല. ഫോണിൽ വിളിച്ച് എന്താണ് ബോബിക്ക് പറയാനുള്ളത് എന്ന കാര്യം ബോധിപ്പിക്കാൻ ആണ് അഭിഭാഷകനോട് പറഞ്ഞത്. എന്തായാലും അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ ജൂനിയർ അഭിഭാഷകരിൽ ആരെങ്കിലും ഒരാൾ കോടതിയിൽ ഹാജരാകും. മിക്കവാറും അഡ്വക്കേറ്റ് ധനിൽ ഹാജരാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ ഹാജരായി ബോബിക്ക് പറയാനുള്ള കാര്യം ഫോൺ മുഖേന ചോദിച്ചറിഞ്ഞ് അത് കോടതി അറിയിക്കും. അത് മാപ്പപേക്ഷ, നിരുപാധിക മാപ്പപേക്ഷ എന്നതിനപ്പുറത്തേക്ക് ഈ ബോബി ചെമ്മണ്ണൂർ ജയിലിന് മുന്നിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോടതിയിൽ കയറി പറയാൻ പറ്റില്ല. കാരണം ബോബി ചെമ്മണ്ണൂർ സ്വയം ഒരു കോടതിയല്ല. അതിനാൽ തന്നെ നിരുപാധികം മാപ്പ് പറഞ്ഞ് എങ്ങനെയും തടി കഴിച്ചിലാക്കുക, അത് തന്നെയാകും ചെയ്യാൻ പോകുന്നത്. 12 മണിക്ക് നിരുപാധികം മാപ്പ് പറഞ്ഞെങ്കിലും അത് അഭിഭാഷകനാണ് പറഞ്ഞത്. അത് ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് തന്നെ ഇതിൽ വിശദീകരണം വേണം എന്നുള്ളതാണ് കോടതി പറഞ്ഞത്. ഇതിൻ്റെ എല്ലാം മൊത്തത്തിൽ കൂട്ടി വായിക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് കോടതി ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാം. കാരണം പണത്തിന്റെ ഹുങ്ക് ജുഡീഷ്യറിയോട് വേണ്ട. ഇതാണ് മുന്നറിയിപ്പ്. യെസ്, ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ ഈ 12 മണിക്ക് കേസ് പരിഗണിക്കുന്നതിന്റെ സമയത്ത് തന്നെ ബോബി ചെമ്മണ്ണൂർ തൃശൂർ പ്രസ് ക്ലബ്ബിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. അവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ കോടതിയുടെ
പുതിയ പരാമർശങ്ങളുണ്ടായ പശ്ചാത്തലത്തിൽ ആ വാർത്താ സമ്മേളനം ഒഴിവാക്കിയിട്ടുണ്ട്. വൈകിട്ട് ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളെ കാണുമെന്നൊക്കെ ബോബി ചെമ്മണ്ണൂരിന്റെ കൂടെയുള്ള ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും കോടതി നടപടികൾക്കനുസരിച്ചായിരിക്കും ഇനി ഉള്ള നീക്കങ്ങളെന്ന് വ്യക്തമാണ്. അതേസമയം നാടകീയതകൾക്കിടെ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ഇന്ന് ജയിൽ മോചിതനായി. ജാമ്യം ലഭിച്ചിട്ടും ഇന്നലെ പുറത്തിറങ്ങാത്തതിൽ ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചപ്പോൾ തിടുക്കത്തിൽ ജാമ്യ വ്യവസ്ഥകൾ പാലിച്ച് പുറത്തിറങ്ങുകയായിരുന്നു. സഹതടവുകാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് ജയിലിൽ തുടർന്നത് എന്ന വാദം ബോബി ചെമ്മണ്ണൂർ പിന്നീട് തിരുത്തുകയും ചെയ്തു. നടി ഹണി റോസിനെ അപമാനിച്ച കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ഇന്നലെ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ നാടകീയ രംഗങ്ങളാണ് ജയിലിനകത്തും പുറത്തും അരങ്ങേറിയത്. ജാമ്യ ഉത്തരവുമായി ജയിലിന് മുന്നിലെത്തിയ അഭിഭാഷകരോട് ജയിലിൽ ഉത്തരവ് കൈമാറേണ്ട എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ നിർദ്ദേശം. ഇതിനു പിന്നാലെ ജയിലിന് പുറത്ത് ആരാധകർ എന്ന് അവകാശപ്പെട്ടെത്തിയ ഒരു കൂട്ടം ആളുകൾ മുദ്രാവാക്യം വിളിച്ചും കോടതിയെ വെല്ലുവിളിച്ചുമാണ് നിലയുറപ്പിച്ചത്. ജാമ്യ മെമ്മോ ലഭിച്ചിട്ടും ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ താമസിച്ചാൽ അത് അഭിഭാഷകർക്ക് തിരിച്ചടിയാവുമെന്ന് ബോബി ചെമ്മണ്ണൂരിനെ നേരിട്ട് ബോധ്യപ്പെടുത്താനായിരുന്നു ഇന്ന് അഭിഭാഷകരുടെ ശ്രമം. ഓർഡർ നമുക്ക് കിട്ടാൻ കുറച്ച് വൈകി. അവിടെ നിന്ന് കോടതിയിൽ നിന്ന് കിട്ടിയതിന് ശേഷം ഇവിടെ എത്തുമ്പോൾ ട്രാഫിക്കിൻ്റെ ഒരു ചെറിയ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇവിടെ എത്താൻ കുറച്ച് വൈകിയത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ സമയം കഴിഞ്ഞു പോയി. അപ്പോൾ എന്തുകൊണ്ട് എത്തില്ല എന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചുള്ളൂ. ഇപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇറങ്ങാം എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ ഹൈക്കോടതി സ്വമേധയെ കേസ് പരിഗണിക്കാൻ തീരുമാനിച്ചതോടെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്തതിൽ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ഇങ്ങനെ: തീരുമാനിച്ചിട്ടില്ല. കുറച്ചു പേർക്ക് ജാമ്യം കിട്ടിയവരെ പൈസ ഇല്ലാത്തതുകൊണ്ട് അവർക്കുള്ള ഒരു പൈസ അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ വേണ്ടി. ബോബി ചെമ്മണ്ണൂരിന് പിന്തുണയുമായി പുരുഷ കൂട്ടായ്മ എന്ന പേരിൽ ഒരു വിഭാഗം ജയിലിന് മുന്നിലെത്തിയത് തർക്കത്തിനിടയാക്കി. പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനുള്ള ഇവരുടെ ശ്രമം പോലീസ് തടഞ്ഞു. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. 1:45 ഹൈക്കോടതി വീണ്ടും ഈ വിഷയം പരിഗണിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ എന്തായിരിക്കും കോടതിയുടെ തീരുമാനം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരും. ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. മലപ്പുറം മുത്തേടത്ത് വനവിഭവം ശേഖരിക്കാൻ പോയ ആദിവാസി സ്ത്രീ സരോജിനിയാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും. മലപ്പുറത്തുനിന്ന് സമീർ, എന്താണ് അവിടെ സംഭവിച്ചത്? വലിയ പ്രതിഷേധം അവിടെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നു. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ പോലും നാട്ടുകാർ അനുവദിച്ചിട്ടില്ല ഇതുവരെ എന്ന് നേരത്തെ സമീർ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? വിജയകുമാർ, ഇന്ന് 11 മണിയോട് കൂടെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നത്. മലപ്പുറം മൂത്തേടത്ത് കാരപ്പുറം ഉച്ചക്കുളം ആദിവാസി ഊരിലെ സരോജിനി എന്ന് പറയുന്ന വീട്ടമ്മയാണ് ഈ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇവർ വനവിഭവങ്ങൾ ശേഖരിക്കാനും ഈ പോത്തിനെ മേയ്ക്കാനും ഒക്കെയായി വനത്തിലേക്ക് പോയതായിരുന്നു. അതിനിടയിലാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഇവർക്ക് നേരെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇവർ ഉടൻ തന്നെ മരിക്കുകയായിരുന്നു. നിലവിൽ ഇവരുടെ മൃതദേഹമുള്ളത് ഇവരുടെ വീടിന്റെ തന്നെ മുൻവശത്താണ്. ഇതുവരെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ ഈ നാട്ടുകാർ അനുവദിച്ചിട്ടില്ല. പ്രധാനമായും ഇവർ പറയുന്നത് കാട്ടാനയുടെ ആക്രമണം ഇവിടെ സ്ഥിരമാണെന്നും വനം വകുപ്പ് ഒരു നടപടി ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതുമാണ് ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാർ ഉയർത്തുന്ന പരാതി. ദിവസങ്ങൾക്ക് മുന്നേ ഒരു ആദിവാസി യുവാവ് മണികണ്ഠനെയും ഇവിടെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിലും വനം വകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കാത്തതാണ് നിലവിൽ ഒരു ജീവൻ കൂടി പൊലിയാൻ കാരണം എന്നുള്ളതാണ് ഈ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനടിസ്ഥാനത്തിൽ ഇവർ ഈ DF ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ അനുവദിക്കൂ എന്നുള്ളതാണ് നിലവിൽ ഈ നാട്ടുകാരുടെ നിലപാട്. അതുകൊണ്ട് തന്നെ മൃതദേഹം ഇവിടെ എത്തി നിലവിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആംബുലൻസും ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ഈ മൃതദേഹം മാറ്റാൻ ഇവർ അനുവദിച്ചിട്ടില്ല. ഒപ്പം തന്നെ പ്രദേശത്തെ രാഷ്ട്രീയ പ്രമുഖരും ഒപ്പം തന്നെ നാട്ടുകാരും ഒക്കെ തന്നെ തടിച്ചുകൂടിയിരിക്കുകയാണ്. വനം വകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ പ്രതിഷേധത്തിന് അളവ് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും മൃതദേഹം ഇപ്പോഴും ഇവിടെ വെച്ച് ഇവർ സമരം ചെയ്യുകയാണ്. DF ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ മൃതദേഹം മാറ്റാൻ അനുവദിക്കൂ എന്നുള്ള നിലപാടിലാണ് ഇപ്പോഴും ഈ ആളുകൾ ഉള്ളത്. ഈ വനം വകുപ്പ് കൃത്യമായ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ വന്യമൃഗങ്ങളെ തുരത്താനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും തന്നെ ഒരു ജീവൻ കൂടി പൊലിയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകില്ലായിരുന്നു എന്നുള്ളതാണ് നിലവിൽ നാട്ടുകാരുടെ പക്ഷം. ഈ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു സമരത്തിലേക്ക് ഇവർ കടന്നിരിക്കുന്നത്. ഒരു തരത്തിലും ഇവർ അഴയുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇനി മൃതദേഹം ഇവിടെ നിന്നും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്കാണ് എത്തിക്കാനുള്ളത്. പക്ഷേ
അതിനൊന്നും തന്നെ നാട്ടുകാർ അനുവദിക്കുന്നില്ല. ഏതായാലും നിലവിൽ പ്രതിഷേധം തുടരുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് മണികണ്ഠൻ എന്ന് പറയുന്ന 38-കാരനായ ആദിവാസി യുവാവും സമാനമായ രീതിയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അന്നും വലിയ പ്രതിഷേധങ്ങൾക്കായിരുന്നു നിലമ്പൂർ സാക്ഷ്യം വഹിച്ചത്. പക്ഷെ അന്ന് വനം വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ ഭാഗത്തേക്ക് എത്തി കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് ഇവർക്ക് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ അതും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇവർ ഉയർത്തുന്ന ഒരു ആവശ്യം. നിലവിൽ ഈ ഉച്ചക്കുളം ആദിവാസി ഊരെന്നുള്ളത് വനത്താൽ ചുറ്റപ്പെട്ട ഒരു ഇടമാണ്. 3 ഭാഗം വനവും ഒരു വശത്ത് പുഴയുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും പുറത്തെത്തുക എന്നുള്ളത് വളരെ റിസ്ക് ഏറിയ ഒരു പ്രവൃത്തി കൂടിയാണ്. അങ്ങനെ ഈ സ്ഥിരമായി കാട്ടാന ആക്രമണം ഒപ്പം തന്നെ ഈ വന്യമൃഗ ശല്യങ്ങളൊക്കെ തന്നെ ഈ ഭാഗത്ത് രൂക്ഷമാണ്. ഇവരുടെ കൃഷിയും മറ്റുമെല്ലാം തന്നെ നശിപ്പിക്കുന്നതും ഒരു പതിവ് കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ദിവസങ്ങളായിട്ട് ഇവരുടെ ആവശ്യമാണ്, അല്ലെങ്കിൽ വർഷങ്ങളായിട്ടുള്ള ഇവരുടെ ആവശ്യമാണ് ഈ കാട്ടാനാക്രമണത്തിൽ നിന്നും ഒരു സ്വയരക്ഷ എന്നുള്ളത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഉയർത്തി കാണിച്ചാണ് നിലവിൽ ഇവർ പ്രതിഷേധിക്കുന്നത്. ഏതായാലും നിലവിൽ ഒരു ജീവൻ കൂടി കാട്ടാനാക്രമണത്തിൽ നിലവിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിലവിൽ PB ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഈ വന്യമൃഗ ശല്യത്തിനെതിരെ വലിയ സമരവുമായി എത്തുന്നു. ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സമരവും നിലവിൽ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു കാട്ടാനാക്രമണം കൂടി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. വിജയകുമാർ. അല്ല, ഇതിൽ സമീർ, ഇത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുക, കൃഷി നശിപ്പിക്കുക, അത്തരം പ്രദേശങ്ങളിൽ വനം വകുപ്പിന്റെ ഇടപെടൽ ഫലപ്രദമല്ല എന്ന ആരോപണം നേരിട്ട ഒരു മേഖലയാണോ ഈ അപകടമുണ്ടായി, ഈ ആക്രമണമുണ്ടായ ഈ മേഖല? ഇപ്പോൾ മൂത്തേടത്ത് ആ സ്ഥലം അത്തരമൊരു പ്രദേശമായിരുന്നോ? എന്നുള്ളതും ഈ കടുത്ത വനമേഖലയാണ്. അതോടൊപ്പം തന്നെ ആദിവാസി കുടുംബങ്ങൾ സ്ഥിരമായി താമസിക്കുന്ന ഒരു മേഖല കൂടിയാണ്. ഇവർ കൃഷിയും മറ്റുമൊക്കെയാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇവർക്ക് സ്ഥിരമായി ഈ വന്യമൃഗ ശല്യമുണ്ട്. നേരത്തെ പലതവണ ഇതൊക്കെ തന്നെ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതാണെങ്കിൽ പോലും അത് സ്ഥിരം പരാതി എന്നുള്ള നിലക്ക് പലപ്പോഴും അത് അങ്ങനെ അവഗണിക്കപ്പെട്ടു പോകുന്നതാണ് ഒരു പതിവ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ജീവൻ പൊലിഞ്ഞതോടു കൂടിയാണ് ഇനി ഇതിനൊരു പരിഹാരമില്ലാതെ തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ള നിലപാടിലേക്ക് ഈ ആളുകൾ ഒക്കെ തന്നെ എത്തിയത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഇവർ എടുത്തു പറയുന്നത് ദിവസങ്ങൾക്ക് മുന്നേ ഒരു കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ആദിവാസി യുവാവ് ഈ നിലമ്പൂരിനടുത്ത് തന്നെയാണ് കൊല്ലപ്പെട്ടത്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ നാട്ടുകാരുടെ കൂടുതൽ പ്രതികരണങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. എന്താണ് ഈ പ്രദേശത്തെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് നാട്ടുകാർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. വീട്ടുകാരെ സമ്മതില്ല കൊണ്ടുപോരാ. ഇവര് പോത്തിനെ കിട്ടാൻ പോയതാ, നാട്ടിൽ പോയതാ, അക്ക ആക്രമിച്ചതാ. ഒറ്റക്കല്ല, കൂട്ടം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു. ആന ഓടി വന്ന് ഉപദ്രവിച്ചിക്ക, ചവിട്ടി ഇതാക്കി കൊന്നിക്ക. വേറെ ആളുണ്ട്, ആൾക്കാരൊക്കെ കുറെ ഉണ്ട്. ഓടി രക്ഷപ്പെടുക്ക. കളക്ടർക്ക് എത്തിയ ശേഷം എന്താണ് അവിടെ എടുത്തിട്ട് മാത്രം ഇവിടുന്ന് വിട്ടാൽ മതി, ഓടി എടുത്താൽ മതി എന്നാ പറയുന്നത്. തീരുമാനം എടുക്കാതെ വിടണ്ടാന്ന്. മുത്തേടത്ത് വനവിഭവം ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയ ആദിവാസി സ്ത്രീ സരോജിനിയാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വലിയ പ്രതിഷേധം അവിടെ നാട്ടുകാർ, പ്രദേശവാസികൾ ഉയർത്തുന്നുണ്ട്. മൃതദേഹം അവിടുന്ന് മാറ്റാൻ അനുവദിച്ചിട്ടില്ല. DFOയും വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും കളക്ടറും ഒക്കെ എത്തട്ടെ, അതിനുശേഷം അവരുന്നയിച്ച പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാക്കിയ ശേഷം മതി തുടർ നടപടികളെന്നാണ് നാട്ടുകാർ പറയുന്നത്. പോലീസ് അതിൽ അവിടെ ഇടപെടലൊക്കെ നടത്തുന്നുണ്ട്. വിശദാംശങ്ങളാണ് സമീർ ബിൻ കരീം നൽകിയത്. വയനാട് പുൽപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞില്ല. തുടർച്ചയായ 3-ാം ദിവസവും കടുവ ആടിനെ കൊന്നു. ഇന്നലെ രാത്രി 11:30-യോടെ തൂപ്ര സ്വദേശി ചന്ദ്രന്റെ ആടിനെയാണ് കടുവ പിടികൂടിയത്. ആടിക്കൊല്ലി വെള്ളക്കെട്ടിലെ കർഷകനായ പീറ്ററും ഭാര്യയും കടുവയെ കണ്ടതിനെ തുടർന്ന് ഈ മേഖലയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും പിന്നീട് കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പുൽപ്പള്ളിയിൽ 3 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അപ്പം അടിയന്തരമായിട്ട് കടുവയെ പിടിക്കുക എന്നുള്ള ഒരു ദൗത്യം അത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ആളുകൾ വളരെ രോഷാകുലരാണ്. പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങാം എന്നുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അടുത്ത നടപടി എന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ കടുവയെ ഒന്നല്ലെങ്കിൽ കൂട്ടിക്കയറ്റുക, അല്ലെങ്കിൽ മയക്കുപിടി വെക്കുക. ആ ഒരു നടപടി അടിയന്തരമായിട്ട് സ്വീകരിക്കണമെന്നാണ് ഈ നാട്ടിലെ ആളുകൾക്ക് പറയാനുള്ളത്. അങ്ങോട്ട് മാറിപ്പോയി ഈ ചാലിലേക്ക് ഇറങ്ങിപ്പോയി. എങ്ങനെയായിരുന്നു അത്? നടന്ന് വളരെ സ്ലോയിലാണ് നടന്നു വന്നു. അപ്പൊ പെട്ടെന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അതല്ലേ, ശരിക്കും എത്ര ഭയങ്കര വലിപ്പമുള്ള? ഒരു മീഡിയം വലിപ്പമുള്ളൂ, അധികം വലിപ്പം എന്ന് പറയാനില്ല സാധനം.
പിന്നെ ശരിക്കും കാണാൻ കഴിയും. ശരിക്കും കാണാൻ കഴിയും. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. സുർജിത്ത്, ഇപ്പോൾ വനം വകുപ്പിന്റെ അടുത്ത നീക്കം എന്താണ്? ഇപ്പോൾ ജനങ്ങൾ വലിയ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. തുടർച്ചയായി കടുവ ഈ മേഖലയിൽ നാട്ടിലിറങ്ങുന്നു, വളർത്തുമൃഗങ്ങളെ പിടിക്കുന്നു. അപ്പോൾ ഇതിന്റെ സാന്നിധ്യം അവിടെ ഉറപ്പുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും വനം വകുപ്പ്? അവർക്കൊരു പ്ലാൻ ബി ഉണ്ടോ? വിജയകുമാർ, ഇവിടത്തെ തോട്ടങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള തിരച്ചിൽ, സന്നാഹത്തോടുകൂടിയുള്ള തിരച്ചിലെല്ലാം തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ കടുവയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രതിസന്ധി. ഏറ്റവും ഒടുവിൽ ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8, 9, 11 പുൽപ്പള്ളി പഞ്ചായത്തിലെ 8, 9, 11 വാർഡുകളിലാണ് ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം ഈ കടുവ ഏത് നിമിഷവും ഇറങ്ങി വരാം എന്നുള്ള ആ ഒരു ഭീതി നിലനിൽക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, കൂട്ടമായ ആളുകൾ സഞ്ചരിക്കരുത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കൂട്ടം കൂടി നിൽക്കരുത് എന്നുള്ള ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. കാരണം ഈ മിഷനെ ഇത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിരോധനാജ്ഞ എന്നുള്ള തലത്തിലേക്ക് ഈ ജില്ലാ ഭരണകൂടം എത്തിയിരിക്കുന്നത്. ഇന്നലെയും കടുവ ഒരു ആടിനെ പിടിച്ചു. തുടർച്ചയായി 3-ാം ദിവസം, ഒരാഴ്ചക്കിടെ 5ാമത്തെ ആടിനെയാണ് കടുവ പിടികൂടി കൊല്ലുന്നത്. അതായത് ഈ ഏറ്റവും ഒടുവിൽ പിടികൂടിയത് തൂപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചന്ദ്രൻ എന്ന് വിളിക്കുന്ന ആളുടെ വീട്ടിലെ മുട്ടനാടിനെയാണ് പിടികൂടിയത്. ഈ ആടിനെ പിടികൂടി കൊന്നിടുകയായിരുന്നു. അവിടേക്ക് ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അതിനെ മയക്കുവെടി വെക്കാനുള്ള നീക്കം നടത്തി. പക്ഷേ അത് 2 തവണ വന്നു പോയെങ്കിലും ഉചിതമായൊരു സന്ദർഭമായില്ല. അതുകൊണ്ട് തന്നെ ആ കടുവ അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ വനംവകുപ്പിന്റെ റഡാറിൽ നിന്ന് അകന്നു. രാവിലെയാണ് മറ്റൊരു വിവരം കൂടി ലഭിക്കുന്നത്. രാവിലെ പീറ്റർ എന്ന് പറയുന്ന തൊട്ടു താഴെയുള്ള ഈ ആടിക്കൊല്ലി വെള്ളക്കെട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കടുവയുടെ സാന്നിധ്യം ഒരു തോട്ടത്തിൽ പുല്ലരിയാൻ പോയ പീറ്ററും ഭാര്യയും നേരിട്ട് കണ്ടു. അതിന്റെ പകപ്പ് എപ്പോഴും അവർക്ക് വിട്ടുമാറിയിട്ടില്ല. അവർ നേരിട്ട് ആ കടുവയെ കണ്ടതാണ്. അങ്ങനെ കടുവ പോകുന്ന ആ പോകുന്ന വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഡോക്ടർ രാജേഷ് മോഹൻദാസും സംഘവും ഉടൻ തന്നെ ആ മേഖലയിലേക്ക് തിരച്ചിൽ നടത്തി. ഡ്രോൺ ഉപയോഗിച്ചും തിരച്ചിൽ നടത്തി. പക്ഷേ കടുവ ഈ വനംവകുപ്പിന്റെ റഡാറിൽ നിന്ന് അകന്നു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും രാത്രിയിൽ ഇനിയും ഇത്തരത്തിൽ ആടുകളെ ഉൾപ്പെടെ പിടികൂടാനുള്ള സാധ്യത വനംവകുപ്പ് തള്ളിക്കളയുന്നില്ല. കാരണം അത് ഏറ്റവും ഒടുവിൽ ഈ കടുവ വേട്ടയാടി ഭക്ഷണം കഴിച്ചത് അത് 9-ാം തീയതിയാണ്. അതിനുശേഷം അതിന് ഇര കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. അതിന് അത്യാവശ്യം പരിക്കുള്ള ഒരു കടുവയാണ്. അതിന്റെ കാലിനുൾപ്പെടെ പരിക്കുണ്ട്. 13 വയസ്സാണ് പ്രായം. അതുകൊണ്ട് തന്നെ വാർദ്ധക്യം എന്നുള്ള തലത്തിലേക്ക് ഈ കടുവ മാറിയിട്ടുണ്ട്. എന്തായാലും അതിനെ പിടികൂടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ പങ്കുവെക്കുന്നു വനംവകുപ്പ്. ഇപ്പം തന്നെ നാട്ടുകാർ പറയുന്നത് ഏത് വിധേനയും ഇതിനെ പിടികൂടണം, ഇവിടെ നിന്നും മാറ്റണം. പ്രത്യേകിച്ച് ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആശങ്ക ജനങ്ങളെ സംബന്ധിച്ചുണ്ട്. വിജയകുമാർ, പുൽപ്പള്ളിയിൽ 8, 9, 11 വാർഡുകളിൽ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കടുവയുടെ സാന്നിധ്യം ഏറെക്കുറെ ഉണ്ടായ മേഖലകളിലാണ് ഇപ്പോൾ കൂടുതൽ നടപടിയിലേക്കൊക്കെ പോകുന്നത്. വനം വകുപ്പ് ഇന്നും തെരച്ചിൽ തുടരുകയാണ്. പക്ഷേ കടുവ എവിടെ എന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനിടെ വിവാദമായ വനനിയമ ഭേദഗതി ബിൽ വെള്ളിയാഴ്ച തുടങ്ങുന്ന നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിൽ ഉണ്ടാകില്ല. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയ ബില്ലുകളുടെ പട്ടികയിൽ വനനിയമ ഭേദഗതി ഇല്ല. ബില്ലിലെ വ്യവസ്ഥകൾ വിവാദമായ പശ്ചാത്തലത്തിലാണ് ഒഴിവാക്കിയത് എന്നാണ് സൂചന. കരട് ബിൽ സംബന്ധിച്ച് ജനങ്ങളിൽ നിന്ന് ലഭിച്ച പരാതി പരിശോധിച്ച ശേഷം മാറ്റം വരുത്തുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഈ നടപടിക്ക് ശേഷമേ ബിൽ സഭയുടെ പരിഗണനയ്ക്ക് വരാൻ സാധ്യതയുള്ളൂ. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. സൗദി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം ഇനിയും നീളും. കേസ് കോടതി വീണ്ടും മാറ്റിവെച്ചു എന്നാണ് ഏറ്റവും പുതിയ വിവരം. ജലീൽ കണ്ണമംഗലം റിയാദിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. ജലീൽ, തുടർച്ചയായി മാറ്റിവെക്കുകയാണ്, ഇത് 6ാം തവണയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കേസ് മാറ്റിവെക്കുന്നത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിശദീകരണം ഇന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ? വിജയകുമാർ, ഇന്നും നിരാശയാണ്. അബ്ദുറഹീമിന്റെ മോചനം ഇനിയും നീളാനാണ് സാധ്യത. എന്തുകൊണ്ടാണ് കോടതി ഇന്നും കേസ് മാറ്റിവെച്ചത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു വ്യക്തത ഇല്ല. ഇത് സംബന്ധമായി അഭിഭാഷകരിൽ നിന്നോ നിയമസഹായ സമിതിയിൽ നിന്നോ ഒരു വിശദീകരണം വന്നിട്ടില്ല. ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 10:30 റിയാദിലെ ക്രിമിനൽ കോടതി കേസ് പരിഗണിച്ചപ്പോൾ, ഓൺലൈൻ വഴിയായിരുന്നു കേസ് പരിഗണിച്ചപ്പോൾ അബ്ദുറഹീമും അഭിഭാഷകരുമെല്ലാം ഹാജരായിരുന്നു. അപ്പോഴും പുതിയ മറ്റൊരു തീയതിയിലേക്ക് കേസ് നീട്ടിവെക്കുകയായിരുന്നു. എന്താണോ കഴിഞ്ഞ 5 തവണ നടന്നത് അത് തന്നെ ഈ 6ാം തവണ കേസ് പരിഗണിച്ചപ്പോഴും സംഭവിച്ചിരിക്കുകയാണ്. എന്താണ് ഈ കേസ് നീട്ടിവെക്കാനുള്ള കാരണം എന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ 18 വർഷത്തോളമായി സൗദി റിയാദിലെ ജയിലിൽ തുടരുകയാണ് അബ്ദുറഹീം. നേരത്തെ കിട്ടിയ വിവരമനുസരിച്ച് പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് തീർപ്പാകാത്തതായിരിക്കാം
ഈ കേസ് അനന്തമായി നീണ്ടുപോകാനുള്ള കാരണം എന്നാണ് നിയമസഹായ സമിതി നേരത്തെ സൂചിപ്പിച്ചത്. അതായത് സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കേസുകളിൽ രണ്ട് തരം കുറ്റങ്ങളുണ്ട്. അത് പബ്ലിക് ഒഫൻസും ഒന്ന് പ്രൈവറ്റ് ഒഫൻസുമാണ്. പ്രൈവറ്റ് ഒഫൻസ് സൗദി ബാലൻ കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം അബ്ദുറഹിമിന് മാപ്പ് നൽകുകയും അബ്ദുറഹിമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കുകയും ചെയ്തതോടെ പ്രൈവറ്റ് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് തീർന്നു. എന്നാൽ പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് ഈ കുറ്റകൃത്യം ചെയ്തതിനുള്ള ഒരു കേസ് ഉണ്ട്, അത് തീർപ്പായിട്ടില്ല. ഇതിന് പ്രത്യേക ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ട്. എന്നാൽ കഴിഞ്ഞ 18 വർഷത്തോളമായി ജയിലിൽ അബ്ദുറഹീം തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യേക തടവ് ശിക്ഷയോ പിഴയോ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ മറ്റു തടസ്സങ്ങളൊന്നും കാണുന്നില്ല. ഇന്ന് കോടതി കേസ് പരിഗണിച്ചപ്പോൾ അതുകൊണ്ട് തന്നെ ജയിൽ മോചന ഉത്തരവ് ഉണ്ടാകും എന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ. അത് തന്നെയായിരുന്നു നിയമസഹായ സമിതിയും പ്രതീക്ഷിച്ചിരുന്നത്, കുടുംബവും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇന്നും കേസ് വീണ്ടും നീട്ടിവെക്കുകയാണ്. അതിന് കൃത്യമായ കാരണം പറഞ്ഞിട്ടില്ല, പുതിയ തീയതിയും ഇതുവരെ അറിഞ്ഞിട്ടില്ല. 2006 സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ അബ്ദുറഹീം ജയിലിലാകുന്നത്. 15 മില്യൺ റിയാൽ 34 കോടിയോളം ഇന്ത്യൻ രൂപ സ്വരൂപിച്ചു നൽകിയത് മലയാളികളാണ്. അതിനുശേഷമാണ് ഈ സൗദി കുടുംബം മാപ്പ് നൽകിയതും വധശിക്ഷ റദ്ദാക്കിയതും. വിജയകുമാർ. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ പരാമർശങ്ങളിൽ പരസ്യമായി ഖേദം പ്രകടിപ്പിച്ച് സമസ്തയിലെ ലീഗ് വിരുദ്ധ നേതാക്കൾ. ഐക്യത്തിനു വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറെന്ന് വാർത്താക്കുറിപ്പിലൂടെ നേതാക്കൾ വ്യക്തമാക്കി. സമവായ ചർച്ചയിലെ ധാരണ സമസ്ത നേതാക്കൾ ലംഘിച്ചെന്ന വിമർശനവുമായി സാദിഖ് അലി ശിഹാബ് തങ്ങൾ പരസ്യ വിമർശനം നടത്തിയിരുന്നു. സമസ്തയിലെ ലീഗ് വിരുദ്ധർ ഒടുവിൽ ലീഗ് നേതൃത്വത്തിന് വഴങ്ങി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളോട് ഖേദം പ്രകടിപ്പിച്ചത് പരസ്യമാക്കണമെന്ന ലീഗിന്റെ ആവശ്യം ഹമീദ് ഫൈസിയും ഉമർ ഫൈസിയുമൊക്കെ അടങ്ങുന്ന നേതാക്കൾ അംഗീകരിച്ചു. വാർത്താക്കുറിപ്പിലൂടെയാണ് ഖേദമറിയിച്ചത്. സാദിഖ് അലി തങ്ങൾക്ക് വേദനയുണ്ടാക്കിയ പ്രസംഗത്തിലാണ് ഖേദപ്രകടനം. സമുദായത്തിനകത്തും പുറത്തും യോജിപ്പ് അനിവാര്യമായതിനാൽ സംഘടനാപരമായ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെന്നാണ് നേതാക്കൾ വാർത്താക്കുറിപ്പിലൂടെ വിശദീകരിച്ചത്. ക്രൈസ്തവ സഭാ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ സാദിഖ് അലി തങ്ങൾ കേക്ക് കഴിച്ചത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ പ്രസംഗമാണ് കനത്ത വിമർശനമുയർത്തിയത്. ഇതിന് പിന്നാലെ ഉമർ ഫൈസി, ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്നിവർ പാണക്കാടെത്തി സാദിഖ് അലി തങ്ങളോട് ഖേദം പ്രകടിപ്പിച്ചിരുന്നു. തുടർന്ന് പരസ്യമായി മാപ്പ് പറയണമെന്ന ധാരണയുമുണ്ടാക്കി. എന്നാൽ പരസ്യമായ ഖേദപ്രകടനം സംസ്ഥാന നേതാക്കൾ നടത്താത്തതിൽ സാദിഖ് അലി തങ്ങൾ ഇന്നലെ അതൃപ്തി പരസ്യമാക്കി. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അനുമതിയോടെയാണ് ലീഗിന്റെ പരസ്യ പ്രതികരണം. കാര്യങ്ങൾ അവസാനിച്ചുവെന്ന് ആരും കരുതേണ്ടെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി ഇന്നും തുറന്നടിച്ചത്. അതിൻ്റെ ഒന്നും കാര്യങ്ങൾ അവസാനിച്ചു എന്ന് കരുതണ്ട. ആ വക വിഷയങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് പോകും. ആവുമ്പോൾ ന്യൂസുകളോട് പറയാം. അങ്ങനെയൊക്കെ നിങ്ങൾ ഓരോന്ന് മനസ്സിൽ കണ്ട് ചോദിച്ചത് എൻ്റെ ഉത്തരവാക്കണ്ട. അല്ല, അതെ നമ്മൾ കൂടുതൽ അതിൽ കൂടുതൽ പ്രതികരണം ഞാൻ പറയില്ല. അതിനെ ചോദിക്കേണ്ട വെറുതെ. ജിഫ്രി തങ്ങളും കൈവിട്ടതോടെയാണ് തുടർച്ചയായ ലീഗ് വിരുദ്ധ നിലപാടെടുക്കുന്ന സംസ്ഥാന നേതാക്കൾ ഖേദപ്രകടനം നടത്തിയത്. സമസ്ത നേതാക്കൾ പാണക്കാടെത്തി ഉണ്ടാക്കിയ ധാരണ പാലിച്ചില്ലെന്ന സാദിഖ് അലി തങ്ങളുടെ വിമർശനം സമസ്ത മുഖപത്രം സുപ്രഭാതം വാർത്തയാക്കിയിരുന്നു. 24 മലപ്പുറം. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. പ്രതിപക്ഷ നേതാവിനെതിരെ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി എഴുതി തന്നതാണെന്ന PV അൻവറിന്റെ വാർത്താ സമ്മേളനത്തിലെ വാദം പൊളിയുന്നു. തനിക്ക് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നൽകിയ കത്തിന്റെ പകർപ്പ് 24 ലഭിച്ചു. എന്നാൽ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് PV അൻവർ ഇന്നും ആവർത്തിച്ചു. MLA സ്ഥാനത്തു നിന്നുള്ള രാജിപ്രഖ്യാപന വാർത്താ സമ്മേളനത്തിൽ P. ശശി എഴുതി തന്ന കാര്യങ്ങളാണ് സഭയിൽ VD സതീശനെതിരെ ഉന്നയിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് PV അൻവർ മാപ്പപേക്ഷിച്ചത്. അൻവർ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അയച്ച കത്ത് ഈ വാദങ്ങളെല്ലാം പൊളിക്കുന്നതാണ്. 2024 സെപ്റ്റംബർ 13 അൻവർ അയച്ച കത്തിൽ താൻ തെളിവുകൾ ശേഖരിച്ച് VD സതീശനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചു എന്നാണ് പറയുന്നത്. P. ശശിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച കാലയളവിലാണ് ഈ കത്തു നൽകിയത്. എന്നാൽ P. ശശിയെക്കുറിച്ച് ഈ കാര്യത്തിൽ ഒരു പരാമർശവുമില്ല. കേരളയിൽ അട്ടിമറിക്കാൻ ബാംഗ്ലൂരിലെ IT കമ്പനികളിൽ നിന്നും പ്രതിപക്ഷ നേതാവ് പണം വാങ്ങിയെന്നായിരുന്നു അന്ന് സഭയിൽ ഉന്നയിച്ച ആരോപണം. തനിക്കു കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി TP രാമകൃഷ്ണന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അനുമതി വാങ്ങി സ്വന്തം നിലയിലാണ് സഭയിൽ ആരോപണം ഉന്നയിച്ചതെന്നും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പിണറായിക്കും കോടിയേരിക്കുമെതിരെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും ഉന്നയിക്കുന്ന അടിസ്ഥാനരഹിത ആരോപണങ്ങൾ കാരണമാണ് ഈ അഴിമതി ആരോപണം ഉന്നയിച്ചതെന്നും കത്തിൽ പറയുന്നു. എന്നാൽ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ PV അൻവർ P. ശശിക്കെതിരായ ആരോപണം ആവർത്തിക്കുകയായിരുന്നു. CPM ലീഡർഷിപ്പിന് വേണ്ടി പെർമിഷൻ എടുത്തിട്ടെന്ന് പറഞ്ഞാൽ സ്വാഭാവികതല്ലേ, അവർക്കും കൂടിയും അറിയുന്ന കാര്യമാണ് ഞാൻ അതിൽ നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്നിപ്പോൾ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഇതിങ്ങനെ പ്രത്യേകം വേർതിരിച്ച് പറയേണ്ട ഒരു സാഹചര്യമല്ല. ഇതൊക്കെ എല്ലാം ഒന്നായി നിൽക്കുന്ന സമയത്താണല്ലോ കത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ്.
ഇതിനിടയിൽ PV അൻവറിന്റെ ആലുവ എടത്തലയിലെ അനധികൃത കെട്ടിടം പൊളിക്കാനുറച്ച് സർക്കാർ നടപടികൾ ആരംഭിച്ചു. കെട്ടിടം അനധികൃതമാണെന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകാൻ എടത്തല പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. നാളെ ഹൈക്കോടതിയിൽ കേസ് പരിഗണിക്കാനിരിക്കെയാണ് നിർദ്ദേശം. ഏതായാലും അൻവറിനെതിരായ CPMന്റെയും സർക്കാരിന്റെയും നീക്കങ്ങൾ കൂടുതൽ ശക്തമാവുകയാണ്. 24 കോഴിക്കോട്. തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററായതിന് പിന്നാലെ രാഷ്ട്രീയ അടിത്തറ വിപുലമാക്കാൻ ശ്രമം തുടങ്ങി PV അൻവർ. കോൺഗ്രസ് വിമതരെ കൂടെ കൂട്ടുന്നതിന്റെ ഭാഗമായി പാലക്കാട്ട് AV ഗോപിനാഥിനെ കണ്ട് പിന്തുണ തേടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ CPMനെ പാഠം പഠിപ്പിക്കുമെന്ന മുന്നറിയിപ്പോടെയാണ് പുതിയ നീക്കങ്ങൾ. കോൺഗ്രസിൽ നിന്ന് ഭിന്നിച്ച് മമതാ ബാനർജി തുടക്കമിട്ട പാർട്ടിയാണ് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ്. തൃണമൂൽ നേതാവായി മാറിയ PV അൻവറും അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ വിമതരെ ലക്ഷ്യമിട്ടാണ് നീങ്ങുന്നത്. കോൺഗ്രസ് വിമതനും പാലക്കാട്ടെ മുൻ DCC പ്രസിഡന്റുമായ AV ഗോപിനാഥിനെ കണ്ടാണ് രാഷ്ട്രീയ അടിത്തറ വിപുലമാക്കാനുള്ള നീക്കം PV അൻവർ തുടങ്ങിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ കൂടെ നിന്നുകൊണ്ട് UDFന് പിന്തുണ കൊടുക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോടെ നമ്മൾ ഒരുപാട് അനുഭവിച്ചാൽ ഇനി പുതിയ പരീക്ഷണത്തിലൊന്നും ഞാനില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ CPMനെ തറപറ്റിക്കുമെന്നാണ് PV അൻവറിന്റെ പ്രഖ്യാപനം. UDFനെ ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിനിടയിലും നിലമ്പൂരിലെ കോൺഗ്രസ് നേതാവായ അരിയടൻ ഷൗക്കത്തിനെ അൻവർ വെറുതെ വിടുന്നില്ല. സത്യത്തിൽ അത് അറിയാത്തോണ്ട് പറയാം, അദ്ദേഹം ഈ നാട്ടിൽ വളരെ കുറവാണല്ലോ. വല്ലപ്പോഴൊക്കെ വരുമ്പോഴുള്ള ഈ ആളുകളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചായിരിക്കും. സത്യാവസ്ഥ അയാൾക്ക് ബോധ്യമില്ലാത്തത്. മലപ്പുറത്തെ മുൻ DCC പ്രസിഡന്റ് VV പ്രകാശിന്റെ എടക്കരയിലെ വീടും PV അൻവർ ഇന്ന് സന്ദർശിച്ചു. 24 തിരുവനന്തപുരം. ഇപ്പോൾ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ട മലപ്പുറം മുത്തയിടത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ DFOയ്ക്ക് എത്തിയിട്ടുണ്ട്. അവർ DFO എത്തിയാൽ മാത്രമേ മൃതദേഹം അവിടുന്ന് മാറ്റാൻ അനുവദിക്കൂ എന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. അവിടെ സംസാരിക്കുകയാണ് DFO വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ തമ്മിൽ. സമീർ ബിൻ കരീം അല്പസമയത്തിനകം അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും എന്നാണ് കരുതുന്നത്. ഇന്ന് രാവിലെ ഏതാണ്ട് ഒരു 9:30യോടെയാണ് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി വീട്ടമ്മ കൊല്ലപ്പെട്ടത്. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനായി കാട്ടിലേക്ക് പോയപ്പോഴാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. ആ മൃതദേഹം അവിടുന്ന് നീക്കാൻ നാട്ടുകാർ അനുവദിച്ചിരുന്നില്ല. സമീർ ബിൻ കരീം ചേരുന്നുണ്ട്. സമീർ, DFO എത്തിയോ? നാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ വനം വകുപ്പിന്റെ ഒരു ഇടപെടൽ പണ്ടൊക്കെ ഉറപ്പ് നൽകുന്നത് പോലെ ഉറപ്പ് മാത്രമാണോ നൽകുന്നത്? എന്താണ് വിവരങ്ങൾ? സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് റേഞ്ച് കുറഞ്ഞ ഒരു മേഖലയാണ്. കാടിന് നടുവ് എന്ന് വെച്ചാൽ ചുറ്റും കാടാണ് അവിടെ. ആ ഭാഗത്താണ് ഈ സംഭവം ഉണ്ടായത്. ചില പ്രതികരണങ്ങൾ ഈ ആഴ്ച തന്നെ അത് ടെൻഡറെയും ഏകദേശം ഒരു 1.5 മാസം കൊണ്ട് പണി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൊട്ടടുത്ത ഒരു കോളനിയും കൂടി ഉണ്ട് ഇതുപോലെ തന്നെ, കോളനി. ഈ അടിക്കാട് വെട്ടിയാൽ തന്നെ ഈ അടിക്കാട് വെട്ടാനുള്ള എസ്റ്റിമേറ്റ് ഒക്കെ പാസ്സാക്കിയിട്ടുണ്ട്, ഓൾറെഡി പാസ്സാക്കിയിട്ടുണ്ട്. 3 മാസത്തിൽ ഒരിക്കൽ നമ്മൾ ചെയ്തെങ്കിൽ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അതുകൊണ്ട് അതിന് ഞങ്ങളെ ഭാഗത്ത് ഞാൻ പറഞ്ഞത് ഇത് മൊത്തം 12.5 ഏക്കർ സ്ഥലമാണ്. ഇതിന്റെ ഉള്ളു ഭാഗത്തൂടെ കറക്റ്റ് ആയിട്ട് ഇവര് സംരക്ഷണത്തിൽ വരുന്ന സോളാർ ഫെൻസിങ് വരണം. എങ്ങനെ കോളനിക്കാർക്ക് സംരക്ഷണത്തിൽ വരുന്ന ഓൽക്ക് അതിന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആക്കാൻ പറ്റുന്ന രീതിയിൽ ഫെൻസിങ് കൊടുക്കുക. അല്ല ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫായതയില്ല, അത് മൊത്തം പോകും. ഈ കോളനിക്ക് ചുറ്റുമാണ് ഇടുന്നത്. ഈ കോളനിക്ക് ചുറ്റും, ഈ സ്ഥലത്തിന്റെ മൊത്തത്തിൽ ഈ കോളനിക്ക് ചുറ്റും വീടുകൾക്ക് മാത്രം ഇതിന്റെ അതിർത്തി സ്ഥലം 12.5 ഏക്കർ സ്ഥലം മൊത്തം. യെസ്, അവിടെ വേലികെട്ടും അതുപോലെ അടിക്കാട് വെട്ടി അത് ആ മേഖലയിൽ കോളനി നിവാസികളെ, ആദിവാസി കുടുംബങ്ങളെ സംരക്ഷിക്കും എന്നാണ് ഇപ്പോൾ DFO ആണെന്ന് കരുതുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അത്തരം ഉറപ്പ് നൽകുന്നുണ്ട്. നാട്ടുകാർക്ക് അത് സ്വീകാര്യമാണോ, അത് സ്വീകരിച്ച് അവർ പ്രതിഷേധത്തിൽ നിന്ന് പിൻവാങ്ങുമോ എന്നൊക്കെ അല്പസമയത്തിനകം അറിയാം. മലപ്പുറം കൊണ്ടോട്ടിയിൽ നവവധു ഷഹാന മുംതാസ് ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് അബ്ദുൽ വാഹിദിനെതിരെ പോലീസ് ഇന്ന് കേസെടുത്തേക്കും. പഴയങ്ങാടി വലിയ ജുമാഅത്ത് പള്ളിയിൽ ഷഹാന മുംതാസിന്റെ മൃതദേഹം ഖബറടക്കി. യുവതിയുടെ മൊബൈൽ ഫോൺ പോലീസിന് കൈമാറി. ഭർത്തൃവീട്ടിൽ ഷഹാന വലിയ മാനസിക പീഡനം നേരിട്ടുവെന്ന് അമ്മാവൻ സലാം 24നോട് പറഞ്ഞു. നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചതിനേക്കാൾ തന്നെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞതാണ് ഷഹാനെ തളർത്തിയതെന്നും കുടുംബം ചൂണ്ടിക്കാട്ടി.
മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫിനിക്സ് പക്ഷിയായും പടയുടെ നടുവിൽ പടനായകനായും വിശേഷിപ്പിച്ച് വീണ്ടും വാഴ്ത്തുപാട്ട്. നാളെ CPIM അനുകൂല സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നടത്തുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി ഗാനം ആലപിക്കും. ഗാനത്തിന്റെ പൂർണ്ണരൂപം 24 ലഭിച്ചു. തിരുവനന്തപുരം പാറശാലയിൽ പിണറായിയെ പുകഴ്ത്തിയുള്ള കാരണഭൂതൻ മെഗാ തിരുവാതിര ട്രോളോട് ട്രോളാവുകയും പാർട്ടിക്കുള്ളിൽ വിവാദമാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പിണറായി സ്തുതിയുമായി അടുത്ത ഗാനമൊരുക്കിയത് സെക്രട്ടേറിയറ്റിലെ CPM അനുകൂല സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനു വേണ്ടി. ഗാനത്തിന്റെ പേര് തന്നെ കാവലാണ്. ചെമ്പടയ്ക്കു കാവലാൾ ചെങ്കനൽ കണക്കൊരാൾ ചെങ്കൊടിക്കരത്തിലേന്തി കേരളം നയിക്കയാ. മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി 100 വനിതാ ജീവനക്കാർ ഗാനം ആലപിക്കും. ധനവകുപ്പ് ഉദ്യോഗസ്ഥനായ പൂവത്തൂർ ചിത്രസേനൻ രചിച്ച ഗാനത്തിൽ കോവിഡിലും പ്രകൃതി ദുരന്തങ്ങളിലും രക്ഷകനെന്നും പരാമർശമുണ്ട്. വികസനത്തിൻ പാതയിൽ കൈവിളക്കുമായി വഴികാട്ടിനീ താരണ രോഗദുരിത കാലവും കാലവർഷക്കെടുതിയും ആയിരങ്ങളെ കവർന്ന നാളിനി തളർന്നിടാതെ ജീവനുള്ള. അടിയന്തരാവസ്ഥയിൽ അടിച്ചൊടിച്ച ദേഹവുമായി രക്തമേറ്റ വസ്ത്രമിട്ട് സഭയിലേക്ക് വന്നയാളെന്നും വാഴ്ത്തുന്നു. വ്യക്തിപൂജയെ തള്ളിപ്പറഞ്ഞിട്ടുള്ള പാർട്ടിയിൽ മറ്റൊരു സമ്മേളനകാലത്ത് മുഖ്യമന്ത്രിക്ക് വ്യക്തിപൂജ ചെയ്തുകൊണ്ടുള്ള ഗാനം വരുന്നത് വിവാദങ്ങൾക്ക് വഴിവെക്കും. 24 തിരുവനന്തപുരം. പെരിയ കേസിൽ വീണ്ടും പണപ്പിരിവുമായി CPIM. പാർട്ടി അംഗങ്ങളിൽ നിന്ന് 500 രൂപ വീതം പിരിച്ച് 2 കോടി സമാഹരിക്കാനാണ് പാർട്ടി തീരുമാനം. പണം പിരിച്ചത് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് എന്ന് CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ പിന്നീട് വിശദീകരിച്ചു. ജില്ലയിൽ 28,970 അംഗങ്ങളാണ് CPIMനുള്ളത്. ഒരംഗം കുറഞ്ഞത് 500 രൂപ നൽകണം. പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഒരു ദിവസത്തെ ശമ്പളം നൽകണമെന്നാണ് നിർദ്ദേശം. ഈ മാസം 20-നകം പണം ജില്ലാ കമ്മിറ്റിക്ക് കൈമാറാനാണ് ജില്ലാ സെക്രട്ടറി ഏരിയ സെക്രട്ടറിമാർക്ക് നൽകിയ നിർദ്ദേശത്തിലുള്ളത്. കൊലക്കേസ് പ്രതികളെ CPIM സംരക്ഷിക്കുന്നത് കൊലപാതകികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമെന്ന് കോൺഗ്രസ് നേതൃത്വം. എതിരാളികളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയും എതിരാളികൾക്കെതിരായി അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രോത്സാഹന പ്രവർത്തനങ്ങളാണ് CPM പാർട്ടി നടത്തുന്നത്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. എന്നാൽ പണം പിരിക്കുന്നത് ജില്ലാ സമ്മേളനത്തിന് വേണ്ടിയെന്നാണ് CPIM വിശദീകരണം. പിന്നെ പാർട്ടി ഈ കാര്യത്തിൽ ഗൗരവമായ പരിശോധന ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി നേതാക്കന്മാരെ പ്രതികളാക്കുകയാണ് CBI. ഇപ്പോഴും അതിൻ്റെ വിധിപ്പകർപ്പ് പൂർണ്ണമായിട്ട് വരട്ടെ. ഇവർ ചെയ്ത കുറ്റം എന്താണെന്നുള്ളത് നമ്മൾ വിശദമായി വായിച്ച് പഠിച്ച് എങ്ങനെയാണ് കോടതി ഇതിലെത്തിയിട്ടുള്ളത് എന്ന് നോക്ക്. ഇതിനിടെ പെരിയയിൽ കൊല്ലപ്പെട്ട ശരത് ലാലിനെയും കൃപേഷിനെയും സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിച്ച സംഭവത്തിൽ CPIM നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. ഇരുവരുടെയും കുടുംബം നൽകിയ പരാതിയിലാണ് ഉദുമ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ബേക്കൽ പോലീസ് കേസെടുത്തത്. 24 കാസർഗോഡ്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടെ 10 കോടി രൂപ ചെലവിട്ട് മന്ത്രി P രാജീവും ചീഫ് സെക്രട്ടറിയും അടങ്ങുന്ന സംഘം സ്വിറ്റ്സർലൻഡിലേക്ക്. ദാവോസിലെ ലോക സാമ്പത്തിക ഫോറത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് 9 അംഗ സംഘം വിദേശത്തേക്ക് പോകുന്നത്. ചെലവിനായി നീക്കിവച്ചിരിക്കുന്ന തുകയെ ബജറ്റ് ട്രഷറി നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. ക്ഷേമാനുകൂല്യങ്ങൾക്കും നിത്യനിദാന ചെലവുകൾക്കും പണമില്ലാതെ പ്രയാസം നേരിടുന്ന ഘട്ടത്തിലാണ് വ്യവസായ മന്ത്രി P രാജീവ്, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ എന്നിവരടക്കം 9 അംഗ സംഘം സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്നത്. വകുപ്പുകളുടെ ബജറ്റ് വിഹിതം പകുതിയായി വെട്ടിക്കുറയ്ക്കാനും ചെലവ് ചുരുക്കാനും ധനവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും സ്വിസ് യാത്രയ്ക്ക് ഇതൊന്നും ബാധകമല്ല. ഈ മാസം 20 മുതൽ 25 വരെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 55ാം വാർഷിക സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിനാണ് വിദേശയാത്ര. വേൾഡ് എക്കണോമിക് ഫോറം ഒരു മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ആയിരിക്കെ ചീഫ് സെക്രട്ടറി അടക്കം 5 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ എന്തിനാണ് പോകുന്നത് സംശയം ഭരണതലത്തിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട്. മന്ത്രി P രാജീവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും യാത്രാ സംഘത്തിലുണ്ട്. ഫോറത്തിൽ സംസാരിക്കുന്ന മന്ത്രി P രാജീവിന് വൈറ്റ് ബാഡ്ജും ഉന്നത ഉദ്യോഗസ്ഥർക്ക് ട്രാൻസ്ലേറ്റർ ബാഡ്ജും എടുക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. സാമ്പത്തിക ഫോറത്തിൽ 50 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള സ്റ്റാൾ ക്രമീകരിക്കുന്നുമുണ്ട്. ഇതിനായാണ് ഉദ്യോഗസ്ഥരെ കൊണ്ടുപോകുന്നതെന്നാണ് സർക്കാർ വിശദീകരണം. 10 കോടി രൂപ ചെലവഴിച്ച് 9 അംഗ സംഘം വിദേശത്തേക്ക് പോകുന്നത് ദൂർത്താണെന്ന് വിമർശനമുണ്ട്. 25 ലക്ഷം രൂപയ്ക്ക് മേൽ പിൻവലിക്കാനുള്ള ട്രഷറിയിലെ നിയന്ത്രണത്തിൽ നിന്നും പ്ലാൻ ഫണ്ട് ചെലവഴിക്കുന്നതിനുള്ള ബജറ്റ് നിർദ്ദേശങ്ങളിൽ നിന്നും യാത്രാ ചെലവിനെ ഒഴിവാക്കിയിട്ടുമുണ്ട്. യാത്രാ ചെലവിനുള്ള പണം മുൻകൂറായി കൈപ്പറ്റാനും അനുമതിയുണ്ട്. വിമാന ടിക്കറ്റ്, താമസം, ഭക്ഷണം തുടങ്ങിയ ചെലവുകൾക്കാണ് 10 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. 24 തിരുവനന്തപുരം.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇനി പുതിയ ആസ്ഥാന മന്ദിരം. ഡൽഹി കൊല്ല റോഡിലെ ഇന്ദിരാഭവനാണ് പുതിയ മേൽവിലാസം. പുതിയ ആസ്ഥാനം കോൺഗ്രസിന് ഊർജ്ജം നൽകുമെന്ന് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. ലക്ഷക്കണക്കിന് പേരുടെ ത്യാഗത്തിന്റെ പ്രതീകമെന്ന് രാഹുൽ ഗാന്ധി. പുതിയ ആസ്ഥാന മന്ദിരത്തിന് മൻമോഹൻ സിംഗിന്റെ പേര് നൽകണമായിരുന്നുവെന്ന് BJP. 4 പതിറ്റാണ്ടിന്റെ ചരിത്രം സൂക്ഷിക്കുന്ന 24 അക്ബർ റോഡിലെ പാർട്ടി ആസ്ഥാന കേന്ദ്രത്തിൽ നിന്നാണ് കോൺഗ്രസ് പുതിയ മേൽവിലാസത്തിലേക്ക് മാറിയത്. കോട്ട്ല റോഡിലെ 6 നിലകളിലായാണ് പുതിയ ആസ്ഥാന മന്ദിരം. പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധി, അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ ചേർന്ന് പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ദേശീയ നേതാക്കൾ, മുൻ മന്ത്രിമാർ, PCC അധ്യക്ഷന്മാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിനെത്തി. പുതിയ പാർട്ടി ആസ്ഥാനം പ്രവർത്തകർക്ക് ഊർജ്ജം പകരുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ. कांग्रेस मुख्यालय हमारे देश के लिए एक स्कूल ऑफ डेमोक्रेसी है और इसका हम सभी लोग आदर करते हैं. നിർണായക സമയത്താണ് പുതിയ മന്ദിരം ലഭിച്ചതെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മോഹൻ ഭാഗവതിന്റെ സ്വാതന്ത്ര്യ പരാമർശത്തെയും BJP നയങ്ങളെയും രാഹുൽ ഗാന്ധി വിമർശിച്ചു. കോൺഗ്രസിന്റെ ഭരണഘടനാ ആശയവും RSSന്റെ ആശയവും തമ്മിലാണ് പോരാട്ടമെന്ന് രാഹുൽ ഗാന്ധി. There are two visions of the self in India in conflict. One is our idea, the idea of the Constitution, and the other is the idea of the RSS. And he has the audacity to say this publicly. In any other country, he would be arrested and tried. That is the fact. പുതിയ പാർട്ടി ആസ്ഥാനത്തിന് മുൻപിൽ സർദാർ മൻമോഹൻ സിംഗ് ഭവൻ എന്ന ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും അത് വിവാദമാക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് നേതാക്കൾ. മന്ദിരത്തിന്റെ പേര് ഇന്ദിരാഭവൻ എന്നാണെന്ന് AICC തന്നെ വ്യക്തമാക്കിയതാണെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ജീവിച്ചിരുന്നപ്പോൾ തന്നെ മൻമോഹൻ സിംഗിനെ കോൺഗ്രസ് അപമാനിച്ചിരുന്നുവെന്ന് BJP ആരോപിച്ചു. പുതിയ ആസ്ഥാന മന്ദിരത്തിന് മൻമോഹൻ സിംഗിന്റെ പേര് നൽകണമായിരുന്നുവെന്ന് അമിത് മാളവ്യ പ്രതികരിച്ചു. പുതുചരിത്രം കുറിക്കാമെന്ന വലിയ പ്രതീക്ഷയോടെയാണ് പുതിയ വിലാസത്തിലേക്കുള്ള കോൺഗ്രസിന്റെ മാറ്റം. സംഘടനാ തലത്തിലടക്കം ഇനി മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ ആശിഷ് മട്ടുവിനൊപ്പം വിനീത VG 24. രാജ്യത്തിന്റെ സൈനിക ശക്തി വിളിച്ചോതി 77ാമത് കരസേനാ ദിന പരേഡ് പുനെയിൽ നടന്നു. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യ സേനയിൽ ഉറപ്പാക്കുന്നതിന്റെ ഉദാഹരണങ്ങൾ ഇത്തവണത്തെ പരേഡിലുണ്ടായിരുന്നു. ഏതു വെല്ലുവിളിയും നേരിടാൻ സേന സജ്ജമെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. रोबोटिक म्यूल्स का इस्तेमाल भारतीय सेना द्वारा मुश्किल इलाकों में लॉजिस्टिक एवं इंटेलिजेंस सपोर्ट के अलावा ऑपरेशनल मिशन അടിവെച്ചടിവെച്ച് നീങ്ങുന്ന റോബോട്ടുകൾ, AI ഡ്രോണുകൾ, അങ്ങനെ സാങ്കേതിക വിദ്യയുടെ സഹായത്തിൽ കരുത്തുകൂട്ടുകയാണ് കരസേന. പൂനെയിലെ സദേൺ ആർമി കമാൻഡ് ആസ്ഥാനത്ത് നടന്ന പരേഡ് രാജ്യത്തെ ജനതയ്ക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. സ്വതന്ത്ര ഭാരതത്തിൽ ഭാരതീയനായ ആദ്യ സേനാ മേധാവിയായി ഫീൽഡ് മാർഷൽ KM കരിയപ്പ ചുമതലയേറ്റതിന്റെ വാർഷികമാണ് കരസേനാ ദിനം. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അഭിവാദ്യം സ്വീകരിച്ചു. വടക്കൻ അതിർത്തിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സൈന്യം പൂർണ്ണ സജ്ജമെന്നും കരസേനാ മേധാവി. അഗ്നിവീർ NCC വനിതാ കേഡറ്റുകളുടെ പരേഡും വിവിധ ഫ്ലോട്ടുകളും ചടങ്ങിന്റെ ഭാഗമായി. വിവിധ സേനാവാഹനങ്ങളും അത്യാധുനിക ആയുധങ്ങളും പരേഡിൽ അണിനിരന്നു. അയൽ സുഹൃത്തായ നേപ്പാൾ സൈന്യത്തിന്റെ ബാൻഡും ഉണ്ടായിരുന്നു. ഇത് 3ാം തവണയാണ് ഡൽഹിക്ക് പുറത്ത് കരസേനാ ദിന പരേഡ് ഒരുക്കുന്നത്. 24 മുംബൈ. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. ജയിലിൽ നിന്നിറങ്ങിയ ശേഷമുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണങ്ങൾ പ്രോസിക്യൂഷൻ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചാണ് ഈ പ്രതികരണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കോടതിക്ക് കൈമാറുന്നപ്പോൾ പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ കുറെ കൂടി കടുത്ത നിലപാട് സ്വീകരിക്കാൻ പോകുന്നു. ഒരുപക്ഷെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടേക്കാം, വീണ്ടും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടേക്കാം. ഈ ബോബിയുടെ പ്രതികരണങ്ങൾ കോടതി വിധിക്കെതിരാണ് എന്നതടക്കമുള്ള വാദങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചേക്കാം എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത്. അല്പസമയത്തിനകം ആ കേസ് വീണ്ടും കോടതി പരിഗണിക്കും. ഇന്ത്യൻ നേവിക്ക് ഇന്ന് ചരിത്ര ദിനം. നാവികസേനയുടെ 2 യുദ്ധക്കപ്പലുകളും 1 മുങ്ങിക്കപ്പലും കമ്മീഷൻ ചെയ്തു. സമുദ്ര സുരക്ഷയിൽ ലോകത്തെ നിർണായക ശക്തിയായി രാജ്യം മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മൂന്ന് പോരാളികളെ ഒരുമിച്ച് രാജ്യത്തിന് സമർപ്പിക്കുന്ന സുവർണ ദിനം. ആത്മനിർഭർ എന്ന ആശയം പൂർണ്ണ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ഈ മൂവർ സംഘം. Proudly present to you Indian Naval Ship Surat, Indian Naval Ship Nilgiri and Indian Naval Submarine Vagashir.
देवियों और सज्जनों, വിശാഖപട്ടണം ക്ലാസ്സിലെ 4-മനാണ് INS സൂറത്ത്. ബ്രഹ്മോസ് അടക്കം അത്യാധുനിക ആയുധങ്ങളെല്ലാം ഉറപ്പാക്കിയിട്ടുണ്ട്. മുങ്ങിക്കപ്പലുകളെയും യുദ്ധക്കപ്പലുകളെയും വ്യോമമാർഗമെത്തുന്ന ശത്രുക്കളെയും മിസൈൽ ഉപയോഗിച്ച് തകർക്കാനുള്ള കെൽപ്പുണ്ട്. ആദ്യമായി AI സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന യുദ്ധക്കപ്പൽ കൂടിയാണ്. പ്രൊജക്ട് 17A അഥവാ നീൽഗിരി ക്ലാസ് യുദ്ധക്കപ്പലുകളിലെ ആദ്യ അവതാരമാണ് ഇന്നത്തെ താരങ്ങളിൽ അടുത്തയാൾ. ശത്രുക്കളുടെ റഡാറുകളിൽ നിന്ന് മറഞ്ഞു പോകാൻ കഴിയുന്ന സ്റ്റെൽത്ത് വാർഷിപ്പാണ് നീൽഗിരി. ഇതേ ക്ലാസ്സിലെ അടുത്തയാളായ INS ഉദയഗിരി മാർച്ചിൽ കമ്മീഷൻ ചെയ്യും. പിന്നെയും 5 പേർ കൂടി ഇതേ സീരീസിൽ എത്തും. കാൽവരി ക്ലാസ് മുങ്ങിക്കപ്പലുകളിൽ 6-മനാണ് INS വാക്ഷിർ. ഫ്രഞ്ച് നാവികസേനയിൽ നിന്നുള്ള സാങ്കേതിക സഹായം പിന്നിലുണ്ട്. ശത്രുക്കളുടെ റഡാറുകളെ കബളിപ്പിച്ച് നിശബ്ദമായി നീങ്ങാൻ കഴിവുണ്ട്. വായുവിലേക്കും വെള്ളത്തിനടിയിലൂടെയും ഒരേ സമയം മിസൈലുകൾ തൊടുക്കാനാകും. 50 ദിവസം വരെ വെള്ളത്തിനടിയിൽ തുടരാനുമാകും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ, നാവികസേനാ മേധാവി ദിനേശ് കെ ത്രിപാഠി, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. 24 മുംബൈ. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. മകരവിളക്ക് തൊഴുത് തീർത്ഥാടകർ മടങ്ങിയതോടെ ശബരിമലയിൽ തിരക്ക് കുറഞ്ഞു. വെള്ളിയാഴ്ച വരെ തിരുവാഭരണം ചാർത്തിയ അയ്യപ്പനെ കണ്ട് തൊഴാം. 18-നാണ് കളഭാഭിഷേകം. 19-ന് മാളികപ്പുറത്തെ മഹാഗുരുതിയോടെ മകരവിളക്കുത്സവം സമാപിക്കും. 20-ന് പന്തളം കൊട്ടാരത്തിലെ രാജപ്രതിനിധിക്ക് മാത്രമായിരിക്കും ക്ഷേത്ര ദർശനം. തുടർന്ന് ആചാരപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കി രാജപ്രതിനിധി മടങ്ങുകയും മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് സമാപനമാവുകയും ചെയ്യും. സന്നിധാനത്ത് ഇന്നത്തെ ചടങ്ങുകൾ നോക്കാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ജയിലിൽ നിന്നിറങ്ങിയ ശേഷമുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ഹാജരാക്കും. കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് പ്രോസിക്യൂഷന്റെ ഈ നീക്കം. ശ്രീകാന്ത് വിശദാംശങ്ങൾ നൽകും കോടതിയിൽ നിന്ന്. ശ്രീകാന്ത്, അല്പസമയത്തിനകം കോടതി കേസ് പരിഗണിക്കാൻ പോവുകയാണ്. എന്തൊക്കെയായിരിക്കും പ്രോസിക്യൂഷന്റെ നീക്കങ്ങൾ? മാപ്പപേക്ഷ, നിരുപാധിക മാപ്പപേക്ഷ ആയിരിക്കുമല്ലോ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ നടത്താൻ പോകുന്നതും. അതുകൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കുമോ കോടതി എന്നത് ആ ഘട്ടത്തിലെ മനസ്സിലാകുമെങ്കിലും എന്തൊക്കെയായിരിക്കും സാധ്യതകൾ? രണ്ട് സാധ്യതയാണ് വിജയകുമാർ ഉള്ളത്. ഒന്നാമത്തേത് നിരുപാധികം മാപ്പപേക്ഷ സമർപ്പിക്കുക എന്നുള്ളത്. അതായത് ഈ വീഡിയോ ക്ലിപ്പ് കോടതി സമക്ഷം എത്തിക്കാൻ പ്രോസിക്യൂഷനോട് കോടതി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ന് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം അദ്ദേഹം ആവേശകരമായി നടത്തിയ ഒരു പ്രതികരണമുണ്ട്. റിമാൻഡ് തടവുകാരുടെ കാര്യങ്ങൾ കൂടി പഠിക്കുന്നതിനും പരിഗണിക്കുന്നതിനും വേണ്ടിയാണ് താൻ ഇന്നലെ കൂടി ജയിലിൽ സമയം ചെലവഴിച്ചത് എന്ന് പറഞ്ഞിരുന്നു. ആ വിഷയം, അതിൻ്റെ കൃത്യമായ വീഡിയോ ദൃശ്യങ്ങളടക്കം ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ നിർദ്ദേശം നൽകിയ പശ്ചാത്തലത്തിൽ ഇനി അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ നിരുപാധികം അപേക്ഷയാണുള്ളത്. കാരണം കോടതിക്ക് മുന്നിൽ തെളിവ് തന്നെ എത്തും. പക്ഷേ അല്പസമയം മുമ്പ് ബോബി ചെമ്മണ്ണൂർ തൃശ്ശൂരിൽ മാധ്യമങ്ങളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ ഉത്തരവ് എത്താൻ വൈകിയത് കൊണ്ടാണ് താൻ ഇറങ്ങാതിരുന്നത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങളോട് അദ്ദേഹം നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ അദ്ദേഹത്തോട് വിളിച്ച് വീണ്ടും ജയിലിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കാണും. അപ്പോൾ അദ്ദേഹത്തിന് കാര്യത്തിൽ ഒരു വ്യക്തതയും വന്നിട്ടുണ്ടാകണം. അതിനാലാണ് അദ്ദേഹം ആ നിലപാട് മയപ്പെടുത്തിയത്. രണ്ട് തരം സ്റ്റാൻഡ് എടുക്കാം. ഒന്നാമത്തേത് നിരുപാധികം മാപ്പ് ഇനി ആവർത്തിക്കില്ല എന്നുള്ളത്. രണ്ടാമത്തേത് ഈ ഉത്തരവെത്താൻ ഒരല്പം താമസിച്ചു എന്നുള്ള കാര്യം കൂടി കോടതി ഒന്ന് അറിയിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഏതു വിധേനയും ഈ ടെൻഷൻ എസ്കലേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ബോബി ചെമ്മണ്ണൂരും അഭിഭാഷകരും ഒക്കെ ശ്രമിക്കാൻ പോകുന്നത്. യെസ്, അല്പസമയത്തിനകം ആ കേസ് കോടതി വീണ്ടും പരിഗണിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് പ്രോസിക്യൂഷൻ ഈ പ്രതികരണങ്ങൾ കോടതിയിൽ ഹാജരാക്കും. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ കാര്യങ്ങൾ അത് കോടതിയിൽ ഹാജരാക്കും. എന്തായിരിക്കും കോടതിയുടെ തീരുമാനമെന്ന് അല്പസമയത്തിനകം അറിയാം. 24-ന്റെ പ്രത്യേക ക്യാമ്പയിൻ തുടരുന്നു. സൈബർ ബലിയാടുകൾ.
24-നും ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർക്കും സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിനുമെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചാരണം നടത്തിയവർക്കെതിരെ സൈബർ പോലീസ് നിയമ നടപടി തുടങ്ങി. കലാപാഹ്വാനത്തിന് കേസെടുത്താണ് പോലീസ് നീക്കം. നുണപ്രചാരണം നടത്തിയ കൂടുതൽ പേർക്കെതിരെ വരും ദിവസങ്ങളിൽ പരാതി നൽകുമെന്ന് ശ്രീകണ്ഠൻ നായർ അറിയിച്ചു. യു പ്രതിഭ MLAയുടെ മകനുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയതിന് പിന്നാലെയാണ് 24-നും ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർക്കും കുടുംബാംഗങ്ങൾക്കും സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിനുമെതിരെ സൈബർ ആക്രമണം തുടങ്ങിയത്. ബിജു നെടുമൺകാവ്, JKK ജയൻ എന്ന ജയകുമാർ, റഷീദ് പുത്തൻപുരയിൽ, പ്രജീഷ് ദാദു, രാം പാച്ചേനി എന്ന രാമചന്ദ്രൻ, കോമ്രേഡ് MV പ്രദീപൻ എന്നീ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉടമകൾക്കെതിരെയാണ് നിയമ നടപടി. ജനങ്ങളുടെ ഇടയിൽ കലാപാഹ്വാനം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചാണ് പോസ്റ്റുകളെന്ന് എറണാകുളം സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ FIRലുണ്ട്. BNS, കേരള പോലീസ് ആക്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് നടപടി. സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപം നടത്തിയ മറ്റുള്ളവരുടെ പോസ്റ്റുകൾ പരിശോധിച്ചു വരികയാണെന്നും ഇവർക്കെതിരെയും നിയമ നടപടി കൈക്കൊള്ളുമെന്നും 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ അറിയിച്ചു. 24 കൊച്ചി. നോക്കാം സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്വർണ്ണത്തിൽ സ്നേഹത്തിൽ സ്പർശ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധിക്കല്ലറ പൊളിക്കുന്നതിൽ അന്തിമ തീരുമാനമെടുക്കാതെ ജില്ലാ ഭരണകൂടം. സ്ഥലത്ത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകില്ല എന്ന് പോലീസ് കളക്ടറെ അറിയിച്ചു. അതിനിടെ സമാധി പൊളിക്കുന്നതിനെതിരെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു. ഇനിയൊരു ഉത്തരവോ നോട്ടീസോ ജില്ലാ ഭരണകൂടം ഇറക്കില്ല. സാഹചര്യം കണക്കിലെടുത്ത് സമാധാന അന്തരീക്ഷത്തിൽ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കും. കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഉറപ്പാക്കിയതിനു ശേഷമായിരിക്കും നടപടികൾ. സ്ഥലത്തെ സാഹചര്യം സംബന്ധിച്ച് പോലീസ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. നടപടികൾക്ക് മുന്നോടിയായി കൂടുതൽ പോലീസിനെയും സ്ഥലത്ത് നിയോഗിക്കും. വിവാദ സമാധി കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി അസ്വാഭാവികത നീക്കുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. പോലീസ് നടപടിക്കെതിരെ കോടതി മുഖേന നിയമപരമായി നീങ്ങുകയാണ് കുടുംബം. സമാധിയോടനുബന്ധിച്ച് 41 ദിവസത്തെ പൂജാവിധികൾ തടസ്സപ്പെടുത്തരുതെന്നാണ് കുടുംബത്തിന്റെ വാദം. ജില്ലാ ഭരണകൂടം തങ്ങളുടെ ഭാഗം കേട്ടില്ലെന്ന ആക്ഷേപവും കുടുംബം ഉന്നയിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം.